1900കളിൽ മനുഷ്യർക്ക് അസാധ്യം എന്ന് തോന്നിയത് സംഭവിച്ചു. ഒരിക്കലും മുങ്ങില്ല എന്ന് ലോകം വിശ്വസിച്ച ഒരു കപ്പൽ ആദ്യയാത്ര തന്നെ അവസാന യാത്രയായി. 1500-ത്തിലധികം പേർ ഐസ്ബർഗിന്റെ തണുത്ത വെള്ളത്തിൽ മുങ്ങി മഞ്ഞായി. പക്ഷേ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ടൈറ്റാനിക്കിന്റെ യഥാർത്ഥ രഹസ്യം എന്നതാണ്. ആ രാത്രി എന്താണ് നടന്നത്? എന്തുകൊണ്ട് ഏറ്റവും സുരക്ഷിതമായ കപ്പൽ ഒരു ഐസ്ബർഗ് പോലും കണ്ടില്ല? ഒരുപാട് പേർ പറയുന്ന സൂചനകളെന്ത്? ഇതിൽ ഒളിഞ്ഞിരുന്നത് ഒരു കൂട്ടുകളിയാണോ? ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കഴിയും വരെ അവസാനം വരെ കേട്ടിരിക്കണം. കാരണം അവസാന ഭാഗത്ത് ഒരു ഷോക്കിംഗ് സത്യം നിങ്ങളെ തന്നെ വിറപ്പിക്കും. ചെറിയ പ്രശ്നങ്ങൾ വലിയ ദുരന്തത്തിലേക്ക് വഴിവെച്ചു. യാത്രയ്ക്കിടെ 6 ഐസ്ബർഗ് മുന്നറിയിപ്പുകൾ കിട്ടി. പക്ഷേ പലതും അവഗണിച്ചു. ചെറിയ പിഴവ് തന്നെ വലിയ വേദനയായി. ടൈറ്റാനിക് എന്തിന് 22 നോട്ട് സ്പീഡിൽ ഓടിച്ചു? വാർത്തകളിൽ ശ്രദ്ധ നേടാൻ, ധനങ്ങൾ തകർക്കാനാണെന്ന് പറയപ്പെടുന്നു. മുന്നറിയിപ്പ് വന്നിട്ടും സ്പീഡ് കുറച്ചില്ല. ടൈറ്റാനിക്കിൽ പോകേണ്ടിരുന്ന പ്രമുഖ 55 ബിസിനസ് ആളുകൾ അവസാന നിമിഷം യാത്ര റദ്ദാക്കി. അവർ അപകടം മുൻകൂട്ടി അറിഞ്ഞു. ഇന്ന് വരെ ചോദ്യം തന്നെയാണ്. ചിലർ പറയുന്നു യാത്ര ചെയ്തത് ടൈറ്റാനിക് അല്ല, അതിന്റെ സിസ്റ്റർ ഷിപ്പ് ഒളിമ്പിക് ആണ്. ഒളിമ്പിക് മുൻപ് അപകടത്തിൽപ്പെട്ടതും ഇൻഷുറൻസ് കിട്ടേണ്ടതുമാണ് കാരണം എന്ന് അലര് പറയുന്നു. ടൈറ്റാനിക് തീർത്ത് അയച്ചപ്പോൾ അടുത്ത കപ്പൽ കേട്ടില്ല. കാരണം ജവേഡ് ഉറങ്ങുകയായിരുന്നു. ഒരു ചെറിയ പിഴവ് 1500-ലധികം പേർ മരിച്ചു. ഓർബിറ്റിൽ കണ്ടെത്തിയ കപ്പൽ നമ്പർ ടൈറ്റാനിക്കിൻ്റെതല്ലെന്ന് ചിലർ പറയുന്നു. അപ്പോൾ മുങ്ങിയത് ആരാണ്? ടൈറ്റാനിക്? ഒളിമ്പിക്? വലിയൊരു കൂട്ടുകെട്ടോ?